ആരാധന 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 ജീവദായക ആരാധന ആരാധന സൗഖ്യദായക ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളങ്ങയെ സ്തുതിച്ചാരാധിച്ച് മഹത്വപ്പെടുത്തിയ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. യജമാനനും ദാസനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇന്ന് സുവിശേഷത്തിലൂടെ അങ്ങ് പ്രതിപാദിക്കുമ്പോൾ, കർത്താവെ, അങ്ങയെ എന്നും ഞാൻ പുകഴ്ത്തും. എപ്പോഴും അങ്ങയുടെ സ്തുതിഗീതികൾ എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവെ, അങ്ങിൽ ഞാൻ എപ്പോഴും അഭിമാനം കൊള്ളുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പക്കൽ ഞാൻ നിലവിളിക്കുമ്പോൾ എൻ്റെ സകല കഷ്ടതകളിൽ നിന്നെ രക്ഷിക്കുകയും ഹൃദയം നിറങ്ങിയവർക്കാണ് സമീപസ്ഥനാണെന്ന് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ജീവിതത്തെ കൂടുതൽ അങ്ങേക്ക് സമർപ്പിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ എളിമയോടും വിനയത്തോടും കൂടി നമ്മൾ ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും നിസ്വാർത്ഥമായിട്ട് നമ്മുടെ ശുശ്രൂഷകൾ ചെയ്യണമെന്നും നമ്മൾ കടമകൾ നമ്മളെ ഏൽപ്പിച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എന്ന ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ്. ഈ ബോധ്യമാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവസ്നേഹത്തിലൂന്നി പ്രതിഫലങ്ങൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ ദൈവത്തിന് സ്വീകാര്യമായി മാറും. വിനയത്തോടും വിശ്വസ്തയോടും കൂടിയുള്ള ക്രൈസ്തവ ജീവിതം നമ്മെ യഥാർത്ഥമായ ദൈവസ്നേഹത്തിൻ്റെ ആനന്ദത്തിലേക്ക് എത്തിക്കും. യഥാർത്ഥമായ ആനന്ദം കണ്ടെത്തുന്നവന് ദൈവസ്നേഹത്തിൽ നിന്നൊരിക്കലും മാറി നിൽക്കുവാനായിട്ട് കഴിയില്ല. ഈശോയെ, ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും ശുശ്രൂഷകരെയും, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെയും ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കും. ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നേരിട്ട വിമർശനങ്ങൾ വഴിയായി തളർന്നു പോയവരെയും മറ്റുള്ളവരുടെ ക്രൂരമായ വിമർശനങ്ങൾ തളർത്തിക്കളഞ്ഞവരെയും ഇന്ന് പ്രത്യേകമായി ഓർക്കും. ടൂർസിലെ വിശുദ്ധ മാർട്ടിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സൈനികോദ്യോഗസ്ഥനായിരുന്ന പിതാവിൻ്റെ നിർബന്ധപ്രകാരം സൈന്യത്തിൽ ചേർന്ന മാർട്ടിൻ സൈനികരുടെ തിന്മകൾക്ക് വിധേയനായില്ല. സൈന്യത്തിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം ഒരാശ്രമം സ്ഥാപിച്ച് 36-ാമത്തെ വയസ്സിൽ മെത്രാനായി, ടൂർസിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ട വിശുദ്ധ മാർട്ടിനെ പോലെ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപയും ചൈന്യവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനും കൂടുതൽ ആഴമായ ദൈവസ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാനും കർത്താവെ കൃപ നൽകണമേ. ഞാൻ എന്നേക്കും അങ്ങേ പുകഴ്ത്തും. എൻ്റെ കർത്താവെ, ഞാൻ അങ്ങേക്കെന്ന സ്തുതി പാടും. അങ്ങയുടെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മായ സർവേശ്വരൻ സകല നന്മകളും കൊണ്ട് എല്ലാ ശുശ്രൂഷയെ ശക്തിപ്പെടുത്തുകയും പരിശുദ്ധാത്മാവിന് ദാനങ്ങളാൽ അഭിഷേകം ചെയ്യുകയും ചെയ്യട്ടെ. ആമേൻ. ആരാധന 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 ആരാധന.